പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ന്യൂസ് ടെൻസ് ആരംഭിച്ചത് തന്നെ ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകതയെ സൂചിപ്പിച്ചുകൊണ്ടാണ്. ഇന്ന് വനിതാ ദിനം ആണ്. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ എത്രത്തോളം വനിതാ നേതാക്കൾ രാഷ്ട്രീയ രംഗത്ത് ശോഭിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടതായി വരുന്നത്. ഒരു പക്ഷേ ഈ സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം എത്ര വനിതാ മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? ഇതുവരെയും ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്നതാണ്. നമ്മുടെ രാജ്യത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ചാലും അത് നമുക്കറിയാം. ഇന്ത്യയുടെ കരുത്തിയായൊരു പ്രധാനമന്ത്രിയുടെ പേര് ഇന്ദിരാഗാന്ധി എന്നതായിരുന്നു. അവരായിരുന്നു ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയെങ്കിൽ ഏക വനിതാ പ്രധാനമന്ത്രി അവർ തന്നെയാണ്. ഇന്നലെ ഈ പുതുയുഗ യാത്രയുടെ സമാപന ചടങ്ങിൽ, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന, അല്ലെങ്കിൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടന്ന പുതുയുഗ യാത്രയുടെ സമാപന ചടങ്ങിൽ, UDFന്റെ പുതുയുഗ യാത്രയുടെ സമാപന ചടങ്ങിൽ 5 ഗ്യാരണ്ടികൾ ആണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചത്. ആ ഗ്യാരണ്ടികളുടെ പേര് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വനിതയുടെ പേര് തന്നെയാണ് അതിന് നൽകിയിട്ടുള്ളത്. എങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം വനിതകൾക്ക് ഇപ്പോഴും ഇടം നൽകുന്നുണ്ട്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും അത് നമുക്ക് നോക്കിക്കാണാം. സ്ത്രീകൾക്ക് KSRTCയുടെ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ, അങ്ങനെ നീളുന്നതാണ് ആ പ്രഖ്യാപനം. ആദ്യം രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിലേക്കാണ്. So we have 5 guarantees which we are proposing for the people of Kerala. So the first guarantee is a free bus travel for all women in KSRTC buses. 1,000 rupees a month financial assistance to college going girl students. Welfare pensions increased to 3,000 rupees a month. We are going to name the new health insurance scheme for Kerala after Omen Chandy ji, and that is going to provide 25 lakh rupees of insurance for every household, up to 5 lakh interest-free loans for youngsters who want to start their businesses, and a dedicated ministry for senior citizens welfare. യെസ്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനങ്ങൾ വോട്ടായി മാറുമോ എന്നതാണ് ന്യൂസ് ടെൻസ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ആ പ്രഖ്യാപനങ്ങൾ എന്നതാണ്, ആ വാഗ്ദാനങ്ങൾ എന്നതാണ്. അതിൽ എന്ത് തന്നെയാണ് എങ്കിലും സ്ത്രീകൾക്ക് പ്രഥമ പരിഗണന നൽകുന്നു. അത് ഈ വനിതാ ദിനത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നു എന്നത് ഏറെ സന്തോഷം ഉള്ള ഒന്ന് തന്നെയാണ്. നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ, സ്ത്രീകൾക്ക് സൗജന്യമായ ബസ് യാത്രയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്നത്. KSRTC വാഹനങ്ങളിൽ ആണ് ഇങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര ഒരുക്കുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപയുടെ സ്കോളർഷിപ്പ് എന്നതാണ്. അതായത് സ്ത്രീകളുടെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു എന്നതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരുന്ന പെൺകുട്ടികൾക്ക്, അതായത് വിദ്യാർത്ഥിനികൾക്ക്, അവർക്ക് മാസം തോറും 1000 രൂപ സാമ്പത്തിക സഹായം നൽകും എന്നതാണ് ഈ ഇന്ദിരാ വാഗ്ദാനങ്ങളിൽ, അല്ലെങ്കിൽ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം. മറ്റൊന്ന് ക്ഷേമ പെൻഷൻ ആണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, രാജ്യത്തെ ഏറ്റവും ഉയർന്ന ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം മുൻനിരയിൽ നിൽക്കുന്നു എന്നത്. ആ ക്ഷേമ പെൻഷൻ എന്നത് 3000 രൂപയാക്കി ഉയർത്തും എന്നതാണ് പ്രഖ്യാപനം. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ ഇതിലൂടെ ഉറപ്പാക്കും എന്നതാണ് എടുത്തു പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം 25 ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് എന്നത് ആണ് എടുത്തു പറയേണ്ടത്. അതായത് ഇത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ആണ്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നതാണ് ഇതിന്റെ പേര്. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പരിരക്ഷ ഇപ്പോൾ ലഭിക്കും എന്നതാണ്. നമ്മൾ അവിടെ ഒന്ന് സൂചിപ്പിച്ചു പോകേണ്ടത്, ഇപ്പോൾ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരവും ആരോഗ്യരംഗത്തും നമ്മൾ മുന്നിലാണ് എന്ന് പറയുമ്പോൾ, ഈ സ്വകാര്യ ആശുപത്രികളുടെ കടന്നുവരവും അവിടെ വലിയ തോതിൽ നമ്മൾ ചികിത്സയ്ക്ക് വേണ്ടി തുക ചെലവഴിക്കുന്നു എന്നതും വസ്തുതയായി നിലനിൽക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു 25 ലക്ഷം രൂപയുടെ വലിയ കവറേജിലേക്ക് പോകുന്ന പദ്ധതി നടപ്പിലാക്കും എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അതോടൊപ്പം യുവാക്കളെ പരിഗണിക്കുമ്പോൾ യുവാക്കൾക്ക് വേണ്ടി 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിൽ 5 ലക്ഷം രൂപ വരെ പലിശരഹിതം, അതായത് 1 രൂപ പോലും പലിശയായി നൽകേണ്ടതില്ല. 5 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും. ആ 5 ലക്ഷം രൂപ തിരികെ നൽകിയാൽ മതി എന്നതാണ്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് എന്നതാണ്. കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് യുവാക്കൾ, കുട്ടികൾ സംസ്ഥാനം വിടുന്ന സാഹചര്യമുണ്ടാകുന്നു. പലയിടങ്ങളിലും വൃദ്ധരായ ആളുകൾ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാകും. വയോജനങ്ങളുടെ ക്ഷേമം, സംരക്ഷണം, അന്തസ്സ് എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ഈ വകുപ്പ്
കൈകാര്യം ചെയ്യും എന്നതുകൂടിയാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഇത് വോട്ടായി മാറുമോ? എന്താണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്, UDF ലക്ഷ്യം വെക്കുന്നത്? വിശദാംശങ്ങൾ ഡാൻ കുര്യൻ നൽകും. ഡാൻ, നമ്മൾ ഇന്നലെ ന്യൂസ് ടെൻസിൽ സൂചിപ്പിച്ചതാണ്, ഒരു പക്ഷേ രാഹുൽ ഗാന്ധി പുതുയുഗ യാത്രയുടെ സമാപനത്തിനെത്തുമ്പോൾ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കാം എന്ന്. അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. മറ്റു സംസ്ഥാനങ്ങളിലടക്കം ഇത്തരം പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നടത്തിയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണ് കോൺഗ്രസിന്റെയും UDFന്റെയും പ്രതീക്ഷ ഈ പ്രഖ്യാപനത്തിലൂടെ? ഇനിയും പ്രകടന പത്രിക ഇറങ്ങുമ്പോൾ ഇതിന്റെ തുടർച്ചയെന്ന നിലയിലുള്ള വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം? യഥാർത്ഥത്തിൽ തെലങ്കാന, കർണാടക തുടങ്ങി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതിനോടകം നടപ്പിലാക്കാൻ കഴിയുകയും പ്രകടന പത്രികയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തുകയും അത് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ജനകീയ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ, അതായത് പ്രകടന പത്രികയിൽ ഏറ്റവും ഊന്നൽ നൽകുന്ന 5 വമ്പൻ പ്രഖ്യാപനങ്ങൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇന്നലെ പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ പ്രഖ്യാപിച്ചത്. അതിൽ തന്നെ ഈ യുവാക്കളെയും സ്ത്രീകളെയും കൃത്യമായി തന്നെ, അതായത് അവർക്കിടയിൽ വലിയ തരത്തിൽ ചർച്ചയായി മാറുന്ന അല്ലെങ്കിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായി കരുതുന്നത് ഈ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുക, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വീതം പ്രതിമാസം നൽകുക എന്നതിനൊപ്പം ഈ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുന്ന പദ്ധതിയും അതോടൊപ്പം തന്നെ പലിശരഹിത വായ്പ 5 ലക്ഷം രൂപയായി യുവ സംരംഭകർക്ക് നൽകാനുള്ള പദ്ധതിയുമൊക്കെ വലിയ തരത്തിൽ വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കും. അത് വലിയ ചർച്ചയായി മാറുമെന്നൊരു വിലയിരുത്തൽ കോൺഗ്രസ് ക്യാമ്പിനുണ്ട്. അതായത് തെലങ്കാനയിലും അതോടൊപ്പം കർണാടകയിലും ഏത് തരത്തിലാണോ ഈ സമാനമായ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയത് അതിന്റെ ഒരു തുടർച്ച അതേ ശൈലിയിൽ തന്നെ കേരളത്തിലും നടത്തും എന്നുള്ള പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് വിസ്മയം ഉളവാക്കുന്ന മറ്റ് ചില പദ്ധതികളുടെ പ്രഖ്യാപനം കൂടി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നതേയുള്ളൂ. അതിന്റെ പ്രഖ്യാപനം വൈകാതെ തന്നെ, അതായത് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് തന്നെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പൊതുമധ്യത്തിലേക്ക് എത്തിക്കാനുള്ള അവസാനവട്ട ചർച്ചകളാണ് കോൺഗ്രസ് തീർച്ചയായും അവിടെ ഡാൻ നമുക്കറിയാമല്ലോ, ഇപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം ഭരണ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കും, അതിന്റെ തുടർച്ച എന്ന നിലയിലുമുള്ള വാഗ്ദാനങ്ങളായിരിക്കും ഉണ്ടാവുക. ഇവിടെ ഈ പുതുയുഗ യാത്രയിൽ തന്നെ നിരവധി മേഖലകളിൽപ്പെട്ടവരുമായി പ്രതിപക്ഷ നേതാവ് സംവദിച്ചിരുന്നു. ഒപ്പം ഈ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പ്രത്യേകമായ വികസന വാഗ്ദാനങ്ങൾ, അതിനുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് പ്രാദേശിക നിക്ഷേപകരെ അടക്കം ഇതിലേക്ക് ആകർഷിച്ചുകൊണ്ട് പല പദ്ധതികളും ഓരോ മണ്ഡലത്തിലും, അങ്ങനെയുള്ള ചില സൂചനകളും ഒക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. അതായത് ഓരോ മണ്ഡലങ്ങളിലും 145ഓളം വേദികളിൽ 121ഓളം വേദികളിൽ പ്രതിപക്ഷ നേതാവ് നേരിട്ട് പൊതുസമ്മേളനങ്ങളുടെ ഭാഗമായി ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകളുമായി ചർച്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു മാർഗരേഖ തയ്യാറാക്കുന്നുണ്ട്. അതായത് അതത് മണ്ഡലങ്ങൾക്കും അതത് ജില്ലകൾക്കും എന്താണ് ആവശ്യമായിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ മാർഗരേഖ. അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും ഈ മാനിഫെസ്റ്റോ കംപ്ലീറ്റ് ആയി തയ്യാറാക്കുക. അതിൽ കൃത്യമായി ഓരോ വിഭാഗങ്ങൾക്കും ഏത് തരത്തിലുള്ള അനിവാര്യതയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് അഭ്യസ്ത വിദ്യരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. അങ്ങനെ ഒരു സംസ്ഥാനത്ത് തൊഴിലില്ലാത്തവരുടെ എണ്ണം പരമാവധി കുറയ്ക്കുക, അതിനുവേണ്ടി ഈ യുവ സംരംഭകരെ അടക്കം പ്രോത്സാഹിപ്പിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് പലിശരഹിത വായ്പ അടക്കം നൽകുക എന്നൊരു ഏറ്റവും ആകർഷകമായ ഒരു പദ്ധതി പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഉൾപ്പെടുത്തുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളവയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഓരോ മണ്ഡലങ്ങൾക്ക് വേണ്ടിയും ഓരോ ജില്ലകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകം പദ്ധതികൾ കൂടി പ്രകടന പത്രികയിൽ ഉറപ്പായും ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് സമസ്ത ജനവിഭാഗങ്ങൾക്കിടയിലും സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കും വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന് സ്വീകരിച്ച വിവരങ്ങളുടെയും ആശയങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ പ്രകടന പത്രിക തയ്യാറാക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിമർശനം കോൺഗ്രസിനെതിരെ ഉയരുന്നത് ഇതെങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നതാണ്. ഇന്നലെ മുതൽ തന്നെ ഈ രാഹുൽ ഗാന്ധി ഈ പ്രഖ്യാപനം നടത്തി അദ്ദേഹം ഇവിടെ നിന്ന് ഡൽഹിക്ക് മടങ്ങിയതിന് പിന്നാലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ ക്ഷേമ പെൻഷൻ തുടർച്ചയായി 800 രൂപയായിരുന്നപ്പോൾ കൊടുക്കാൻ കഴിയാതിരുന്നവർക്ക് എങ്ങനെ അത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും, 3000 രൂപ തുടർച്ചയായി കൊടുക്കാൻ കഴിയുമെന്ന വിമർശനമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ സാങ്കേതികത്വം മാത്രമാണ്. സാങ്കേതികത്വത്തിലുണ്ടായ തടസ്സം കൊണ്ടാണ് അന്ന് അതിൽ വിതരണത്തിൽ തടസ്സം നേരിട്ടത്. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രശ്നങ്ങൾ, അതിന്റെ കൃത്യമായ ഒരു അജണ്ട തയ്യാറാക്കിയിട്ടുണ്ട് കോൺഗ്രസ് എന്ന് തന്നെയാണ് നേതൃത്വം നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ പ്രകടന പത്രികയിലൂടെ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ ഒരു ചർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞു.
കഴിഞ്ഞു, അതിലൊരു മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് സമാനമായ കൂടുതൽ ജനകീയ വിഷയങ്ങൾ പ്രകടന പത്രികയിൽ കൂടുതലായി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വലിയൊരു രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കി മാറ്റുന്നതിനുള്ള നീക്കം കോൺഗ്രസ് ക്യാമ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 25 ദിവസങ്ങൾ 120 അധികം വേദികൾ, അങ്ങനെ ഒരു പുതുയുഗ യാത്ര സമാപിക്കുമ്പോൾ കോൺഗ്രസ് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. ഇനി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. അതിനിടയിലാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ, പദ്ധതികൾ എന്തൊക്കെ എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയും ചെയ്തത്. അത് സമാപന വേദിയിലായിരുന്നു പ്രഖ്യാപനം. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ ആയിരുന്നു ആ പ്രഖ്യാപനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.